ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. തിങ്കളാഴ്ച നടക്കുന്ന 4ാം ഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. ഇന്ത്യയുടെ ഭാഗമായ പാക് അധിനിവേശ കശ്മീർ തിരികെ എത്തിക്കുന്നത് ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വിമാന സർവീസുകളിൽ വരും ദിവസങ്ങളിലും കുറവ് വരുത്തുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 10 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാരദാന ചടങ്ങ്. സാമൂഹിക സേവനം, ശാസ്ത്രം, വ്യാപാരം, കായികം തുടങ്ങി വിവിധ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെച്ച വ്യക്തികൾക്കാണ് പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത്. ഏപ്രിൽ 22 നടന്ന ചടങ്ങിൽ 3 പത്മവിഭൂഷൺ, 8 പത്മഭൂഷൺ, 55 പത്മശ്രീ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതം. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കളുമായ അമിത് ഷാ, നിതിൻ ഗഡ്കരി, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തുടങ്ങിയവർ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്. 4ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. രാജ്യം ആദ്യം എന്ന നയമാണ് BJP പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ തുടരാൻ BJP അധികാരത്തിലെത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖിരിയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തിയാൽ ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾ എന്നിവരുടെ വേതനം ഇരട്ടിയാക്കുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. അചഞ്ചലമായ ജനപിന്തുണയാണ് കേന്ദ്രത്തിൽ ഫലപ്രദമായ പദ്ധതികൾ നടപ്പാക്കാൻ BJPയെ സഹായിച്ചതെന്ന് BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി പറഞ്ഞു. ദക്ഷിണ ഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അഭിസംബോധന ചെയ്തു. NCP നേതാവ് ശരത് പവാർ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങിയ പ്രമുഖരും വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 4ാം ഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. തിരഞ്ഞെടുപ്പ് പ്രക്രിയ നിരീക്ഷിക്കാൻ 354 ഒബ്സർവർമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. സുഗമവും സുതാര്യവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കണമെന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടന്ന യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നിർദ്ദേശം നൽകി. ഉയർന്ന പകൽ താപനില കണക്കിലെടുത്ത് പോളിംഗ് കേന്ദ്രങ്ങളിൽ എല്ലാ സൌകര്യങ്ങളും ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 96 മണ്ഡലങ്ങളിൽ തിങ്കളാഴ്ചയാണ് 4ാം ഘട്ട വോട്ടെടുപ്പ്. പരസ്യപ്രചാരണം ശനിയാഴ്ച അവസാനിക്കും. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 695 സ്ഥാനാർത്ഥികൾ. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 പാർലമെന്റ് മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ വിധിയെഴുത്ത്. ഈ മാസം 20 നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കായി സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 749 നാമനിർദ്ദേശ പത്രികകൾ സാധുവാണെന്ന് കണ്ടെത്തി. ഇന്ത്യയുടെ ഭാഗമായ പാക് അധിനിവേശ കശ്മീർ തിരികെ എത്തിക്കുന്നത് ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിലെ ഗാർഗി കോളേജിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ജമ്മുകശ്മീരിലെ അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷമാണ് പാക് അധിനിവേശ കശ്മീർ വിഷയം ജനങ്ങൾക്ക് മുന്നിൽ വീണ്ടും എത്തിയത്. 2019 BJP സർക്കാർ ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന അനുച്ഛേദം 370 റദ്ദാക്കിയത്. പാക് അധിനിവേശ കശ്മീർ സംബന്ധിച്ച് പ്രത്യേക പാർലമെന്റ് പ്രമേയമുണ്ടെന്നും ഇതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ എസ് ജയശങ്കർ പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ കോത്ര ബംഗ്ലാദേശ് സന്ദർശനത്തിനായി ധാക്കയിലെത്തി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, വിദേശകാര്യമന്ത്രി ഹസൻ മഹമ്മൂദ് എന്നിവരുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിദേശകാര്യ സെക്രട്ടറിയുടെ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമ പോസ്റ്റിൽ പങ്കുവച്ചു. 16ാം ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്ഷണിച്ചു. 16ാം ധനകാര്യ കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. ഭരണഘടനയുടെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് രാഷ്ട്രപതിയുടെ ശുപാർശ പ്രകാരം ഡോക്ടർ അരവിന്ദ് പനഗരിയയുടെ അധ്യക്ഷതയിലാണ് 16ാം ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത്.
എയർ ഇന്ത്യ വിമാന സർവീസുകളിൽ വരും ദിവസങ്ങളിലും കുറവ് വരുത്തുമെന്ന് സിഇഒ അലോക് സിംഗ്. അതേസമയം മിന്നൽ പണിമുടക്കിനെ തുടർന്ന് വിമാനങ്ങൾ റദ്ദാക്കിയതിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരോട് സിവിൽ വ്യോമയാന മന്ത്രാലയം റിപ്പോർട്ട് തേടി. പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ മാനദണ്ഡങ്ങൾക്കനുസൃതമായി യാത്രക്കാർക്ക് സൌകര്യങ്ങൾ ഉറപ്പാക്കാനും മന്ത്രാലയം നിർദ്ദേശം നൽകി. നേരത്തെ ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ കൂട്ട അവധിയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 80ലധികം സർവീസുകൾ മുടങ്ങുകയും നിരവധി വിമാനങ്ങൾ വൈകുകയും ചെയ്തിരുന്നു. കൂട്ട അവധിയിൽ പ്രവേശിച്ചതിൽ വിമാന ജീവനക്കാരോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നും തടസ്സം നേരിട്ടതിൽ യാത്രക്കാരോട് ക്ഷമ ചോദിക്കുന്നതായും എയർ ഇന്ത്യ എക്സ്പ്രസ് വക്താവ് പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 10 വിമാന സർവീസുകൾ ഇന്ന് റദ്ദ് ചെയ്തു. കണ്ണൂരിൽ നിന്നും റാസൽ ഖൈമ, കുവൈറ്റ്, ബഹ്റിൻ, മസ്കറ്റ്, ദമാം, അബുദാബി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസും കണ്ണൂരിലേക്കുള്ള ഷാർജ, മസ്കറ്റ്, അബുദാബി, ദമാം എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകളുമാണ് റദ്ദ് ചെയ്തത്. ഇന്ന് രാവിലെ 4:30 പുറപ്പെടേണ്ട ഷാർജ വിമാനവും 9:30 പുറപ്പെടേണ്ടിയിരുന്ന അബുദാബിയിലേക്കുള്ള വിമാനവും ഇതിൽ ഉൾപ്പെടുന്നു. മഴക്കാല പൂർവ്വ അറ്റകുറ്റപ്പണികൾക്കായി മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 2 റൺവേകൾ ഇന്ന് 6 മണിക്കൂറോളം അടച്ചിടും. എന്നാൽ വിമാന സർവീസുകളെ ഇത് ബാധിക്കില്ലെന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നും ഉഷ്ണതരംഗ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ 38 ഡിഗ്രി വരെയും ഉയർന്നേക്കാം. അതേസമയം ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ പലയിടങ്ങളിലും വേനൽ മഴ ലഭിച്ചു. രാജസ്ഥാനിലും മധ്യപ്രദേശിലും നാളെ വരെ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊച്ചിയിൽ ഇന്നലെ വൈകിട്ട് പെയ്ത കനത്ത മഴയിലും കാറ്റിലും പെട്ട് ഇടപ്പള്ളിക്ക് സമീപം മരങ്ങൾ വീണ് വൈദ്യുതി കേബിൾ പൊട്ടിയതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഏതാണ്ട് 2.5 മണിക്കൂറിന് ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 10 വിക്കറ്റ് ജയം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ലക്നൌ 4 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് എടുത്തു. 30 ബോളുകളിൽ നിന്നും 55 റൺസ് നേടിയ ആയുഷ് ബദോനിയയാണ് ലക്നൌവിന്റെ ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സ് വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 9.4 ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ KP യോഹന്നാൻ അമേരിക്കയിൽ വാഹനാപകടത്തിൽ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഇന്നലെ രാവിലെ പ്രഭാത നടത്തത്തിനിടെ വാഹനം ഇടിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവല്ല അപ്പർ കുട്ടനാട്ടിലെ നിരണത്തായിരുന്നു ജനനം. 1974 അമേരിക്കയിലെ ഡാലസിൽ ദൈവശാസ്ത്ര പഠനത്തിന് ചേർന്നു. 2003 ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകി. പ്രശസ്ത സംവിധായകൻ സംഗീത് ശിവൻ മുംബൈയിൽ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. 20ഓളം മലയാളം, ഹിന്ദി ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. യോധ, ഗാന്ധർവം തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനാണ് ഇദ്ദേഹം. സംസ്കാരം ഇന്ന് മുംബൈയിൽ നടക്കും. പ്രശസ്ത സംവിധായകൻ സന്തോഷ് ശിവൻ സഹോദരനാണ്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 3 പ്രഖ്യാപിക്കും. www.result.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയും PRD വെബ്സൈറ്റ് വഴിയും ഫലമറിയാം. ഇന്നലെ പ്രഖ്യാപിച്ച SSLC പരീക്ഷാഫലത്തിൽ 99.69 ആണ് വിജയശതമാനം. അടുത്ത വർഷം മുതൽ SSLC പരീക്ഷാ രീതിയിൽ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. SSLC പുനർമൂല്യനിർണ്ണയത്തിന് ഇന്നു മുതൽ 15 വരെ അപേക്ഷിക്കാം. സേ പരീക്ഷ ഈ മാസം 28 മുതൽ ജൂൺ 6 വരെയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. തിങ്കളാഴ്ച നടക്കുന്ന 4ാം ഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. ഇന്ത്യയുടെ ഭാഗമായ പാക് അധിനിവേശ കശ്മീർ തിരികെ എത്തിക്കുന്നത് ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. വിമാന സർവീസുകളിൽ വരും ദിവസങ്ങളിലും കുറവ് വരുത്തുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 10 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.